നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് FC ബാഴ്സലോണയിലേക്ക് പോയി അവിടെ ഒരു സീസണിൽ മികച്ച പ്രകടനം നടത്തി ഒടുവിൽ അവിടം വിട്ട് തിരികെ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ഇൽകെ ഗുണ്ടോഗൻ. ഇപ്പം സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള കളി നടക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇൽകെ ഗുണ്ടോഗൻ. അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ബാഴ്സലോണയിൽ പോയതിൽ റിഗ്രറ്റ് ഉണ്ടോ എന്നാണ് ചോദ്യം. അതൊരു അബദ്ധമായിരുന്നോ, തെറ്റായ മൂവായിരുന്നോ? അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഗുണ്ടോഗൻ പറയുന്നു, തീർച്ചയായിട്ടും ബാഴ്സയിൽ പോയതിൽ ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. അറ്റ് ദി എൻഡ് ഞാൻ അവിടെ കളിച്ചു എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നിനു വേണ്ടി എനിക്ക് കളിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. എൻ്റെ കുഞ്ഞുനാളിലെ സ്വപ്നമായിരുന്നു ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത്. അത് ഞാൻ ഫുൾഫിൽ ചെയ്തു. ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുക, ആ ബാഡ്ജ് ധരിക്കുക, അതൊക്കെ ഒരു സ്വപ്നമായിരുന്നു. അത് നടത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ആ ഒരു മൂവിനെ കുറിച്ച് കാണുന്നത് എന്ന് ഇൽകെ ഗുണ്ടോഗൻ പറയുന്നു. ഏതായാലും ഗുണ്ടോഗന് മികച്ച പ്രകടനം അവിടെ നടത്തിയെങ്കിലും പിന്നീട് ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് അവിടെ തുടരുക എന്നുള്ളത് ബുദ്ധിമുട്ടായി മാറുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് പുതുതായിട്ട് വന്ന ഡാനി ഒൽമോയൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാലറി ക്യാപ്പിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ നിർത്തണമെങ്കിൽ ഗുണ്ടോഗൻ പോയേ പറ്റൂ എന്ന സ്ഥിതിവിശേഷമൊക്കെ സംജാതമായപ്പോൾ മറ്റെതിർപ്പുകളൊന്നും പറയാതെ വളരെ മാന്യമായ രൂപത്തിൽ ബാഴ്സലോണ വിട്ട് അദ്ദേഹം തിരികെ തൻ്റെ ക്ലബായ സിറ്റിയിലേക്ക് എത്തുകയായിരുന്നു. പഴയ ക്ലബായ സിറ്റിയിലേക്ക് എത്തുകയായിരുന്നു. പെപ് ഗാർഡിയോള ആ ഘട്ടത്തിൽ ഗുണ്ടോഗന്റെ തിരിച്ചുവരവിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നുള്ളതും വളരെ പ്രധാനമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.